ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ജിലേബിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. കഴിക്കുന്ന സമയത്ത് അകമേ നല്ല ജ്യൂസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള ജിലേബിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ നാളായിട്ട് ജിലേബി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു, ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയപ്പോഴാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റെപ്പുകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഉഴുന്നുപരിപ്പ് വെച്ചിട്ടാണ് ഈ ജിലേബി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി 1/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ടൊന്ന് കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. രണ്ടും ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ സോക്ക് ചെയ്യണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനൊരു 4 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്നുകൂടി ഒന്ന് കഴുകി വെള്ളം മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്നിൻ്റെ പകുതി നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് പകുതി ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അധികം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട് പാടില്ല. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പം നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഉഴുന്നിൻ്റെ പകുതിയോളം അരച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1/4 കപ്പ് വെള്ളം ഒരുമിച്ച് ആദ്യമേ തന്നെ ഒഴിച്ചാൽ അരച്ചെടുക്കാനായിട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് മുഴുവനായിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാനും 1/4 കപ്പ് വെള്ളം തന്നെയാണ് എടുക്കുന്നത്. 1/4 കപ്പ് ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോവാത്തൊരു പരുവത്തിൽ വേണം അരച്ചെടുക്കണമെങ്കിൽ. ഇത് രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ കട്ടയായിട്ടാണ് വീഴേണ്ടത് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ. നല്ല ഫ്ലഫി ആയിട്ടാണ് ഉഴുന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ജിലേബി എന്ന് പറയുമ്പോൾ നല്ലൊരു ഓറഞ്ച് റെഡ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കളർ എടുക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ കളർ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഒരു 5 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കളർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വീട്ടിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കളർ ചേർക്കാതെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കളറ് എല്ലാതും നമ്മുടെ മാവായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പൊ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെയാണ് വീഴേണ്ടത്. ഇങ്ങനെ കട്ടയായിട്ട് വീഴണം. ലൂസായി പോവരുത് മാവ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ജിലേബിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് നമ്മുടെ മാവ് ഉള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ട പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്.
1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഇരട്ടി എടുക്കുക. 2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ല പോലെ തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങിയാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 6 മിനിറ്റിന് ശേഷം സ്പൂണിൽ കുറച്ചെടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. അപ്പം ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു പരിവാവണം. ഒരു പശ പോലെ ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരിവാവുന്ന വരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. ഒരു 6 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും. പഞ്ചസാര പാനി അധികം തിക്കാവാതെ ശ്രദ്ധിക്കുക. തിക്ക് കൂടിപ്പോയാൽ ജിലേബിയുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഈ പഞ്ചസാര പാനി കയറില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ ജിലേബിക്ക് ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ പഞ്ചസാര ക്രിസ്റ്റൽ ആവാതെ ഇരിക്കുകയും ചെയ്യും ചൂടാറിയാലും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ഡ്രോപ്പ് ഫുഡ് കളറും കൂടി പഞ്ചസാര പാനിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് ആ ജിലേബിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു കളർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് റോസ് എസൻസ് ആണ്. ഒരു 4-5 ഡ്രോപ്പ് റോസ് എസൻസ് ചേർത്ത് കൊടുക്കുക. എസൻസിന്റെ അളവ് കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാൻ പല തവണ ജിലേബി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് ആ ബേക്കറിയിലെ രുചി കിട്ടാറില്ല. അപ്പം ഈ എസൻസ് തന്നെ നിങ്ങൾ എടുക്കുക. അപ്പം നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ പരന്നിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലാണ് ജിലേബി ചുറ്റിച്ചെടുക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം പാനിൻ്റെ ഒരു പകുതിയോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. എൻ്റെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഓയിലിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കപ്പിലേക്കോ ഗ്ലാസ്സിലേക്കോ നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം പാലിൻ്റെ കവർ വേണമെങ്കിൽ അത് എടുക്കാം. പക്ഷെ പാലിൻ്റെ കവർ ആകുമ്പോൾ ചെറിയ കവറല്ലേ, അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചും കൂടി വലുതായതുകൊണ്ട് ഒരു പ്രാവശ്യം ഫില്ല് ചെയ്താൽ ഒരു 2-3 ബാച്ചൊക്കെ നമുക്ക് ജിലേബി ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പകുതിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കവറ് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. മേൽഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിൽ സിസർ കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോളിന്റെ വലിപ്പം നമുക്ക് ആദ്യം ഒരെണ്ണം ചുറ്റിച്ച് നോക്കുമ്പോൾ അറിയാലോ എത്രയും വലിപ്പം വേണമെന്നുള്ളത്. അപ്പോൾ ചെറിയതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം കുറച്ച് ചെറിയ ജിലേബികളാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷം ഹോള് കുറച്ചും കൂടി കട്ട് ചെയ്തിട്ട് കുറച്ച് വലുപ്പത്തിലുള്ളതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. 2 തരത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതുപോലെ ഒരു ഫ്ലവറിന്റെ ഷേപ്പിൽ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. മാവ് കറക്റ്റായിട്ട് പറഞ്ഞ രീതിയിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല രുചിയുള്ള ജിലേബിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഇനി എല്ലാതും ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 7 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാതും ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒരു സ്വല്പം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അധികം കൂട്ടരുത്, മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഒരു ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഇത് റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ നെയ്യ് ഒഴിക്കുന്നത് ഓയിൽ ചൂടാക്കുന്ന സമയത്ത് തന്നെ നെയ്യും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ജിലേബിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ജിലേബി നല്ല ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പഞ്ചസാര പാനി ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല ചൂടുണ്ടാവണം പഞ്ചസാര പാനി, തിളക്കിയൊന്നും വേണ്ട, നല്ല ചൂടുണ്ടായിരുന്നാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല നെയ്യിൽ ഉണ്ടാക്കിയെടുത്ത പോലത്തെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും ജിലേബിക്ക്.
ഇനി ജിലേബി നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ നല്ല ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ അധിക സമയമൊന്നും ഇതിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇട്ട് കൊടുത്ത അപ്പം തന്നെ ഈ ജിലേബിയുടെ കളറ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാം. ആ ജ്യൂസ് പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് ജിലേബിയിലേക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഒരു മാക്സിമം ഒരു 10 സെക്കൻഡ് ഇട്ട് വെച്ചാൽ മതി. ഒന്ന് തിരിച്ച് മറിച്ചിടുക 2 പ്രാവശ്യം. അപ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് വരും. നമുക്ക് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എണ്ണ നന്നായിട്ട് കളഞ്ഞിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും ഈ പഞ്ചസാര പാനി ഫുള്ളായിട്ട് ഈ ജിലേബിയിലേക്ക് കയറി കിട്ടും. നമുക്ക് കോരിയെടുക്കാം. കുറേ സമയം ഇട്ട് വയ്ക്കരുത്. അപ്പോൾ ഇത് വളരെ അങ്ങ് സോഫ്റ്റായി പോവും, കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതുപോലെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് ജിലേബി ഫ്രൈ ചെയ്തെടുക്കുക വേണം, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ എണ്ണ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പം ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ കടിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ക്രഞ്ചിനെസ് ഒക്കെ ഫീൽ ചെയ്യും. നമുക്ക് നല്ല രുചിയാണ് ജിലേബി കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുതേ. ഞാൻ ചെറിയ ജിലേബികളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടിയും ആ ഹോളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വലിയ ജിലേബികൾ റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, കുറച്ച് വലുതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വലിപ്പത്തിലുള്ള ജിലേബി ആകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു വലിപ്പത്തിലുള്ള ജിലേബിയാണ് കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് പഞ്ചസാര പാനിയൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കടിക്കുമ്പോഴും നല്ലൊരു ക്രഞ്ചിനെസ്സോട് കൂടിയിട്ടുള്ള അടിപൊളി സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Thank you.